ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് കുക്കിംഗ്. ഞാനിന്നൊരു കുഞ്ഞു ഇഫ്താർ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഈ വ്ളോഗിലൂടെ 2 റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഓൾറെഡി പത്തലും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് ഫുഡാക്കാൻ പോവാറ്. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കോളം ഒരൊറ്റ ഓട്ടമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തേങ്ങ ഇട്ട് വെച്ച ചിക്കൻ കറിയാണിത്. വേറെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സമൂസയാണ്. സമൂസ ഉണ്ടാക്കുന്നതിനേക്കാളും മെയിനായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് സമൂസ ഫോൾഡിംഗ് ആണ്. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസ ഷീറ്റ് ഡൗ ആണ്. ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവാറുണ്ട്, നേരെ കിട്ടാറില്ല. അങ്ങനെ പൊട്ടിയ ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സമൂസ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഞാൻ ഈ ഷീറ്റിനെ ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ പൊട്ടിപ്പോയ സമൂസ ഷീറ്റിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ ഫോൾഡാക്കി എടുക്കാം. ഈ അറ്റത്തേക്ക് കുറച്ച് മൈദ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ബാക്കി വരുന്ന ഭാഗം ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ റെഡിയായി കിട്ടും. ഇതുപോലെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കുന്നത് കോഴിയപ്പം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ വേവിച്ച് എടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലോട് കൂടിയ പീസ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ വേവിച്ച വെള്ളം, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചത്. പിന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, പിന്നെ 1 കപ്പ് മൈദ. ആദ്യം ഈ മൈദയിലോട്ട് ചിക്കൻ വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് അതന്നെ മതിയാവുന്നുണ്ട്. അതേപോലെ ചിക്കൻ വേവിച്ച വെള്ളത്തിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറിയതിന് ശേഷമാണ് മൈദയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് സവാള, മല്ലിയില, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോഴിയപ്പത്തിനുള്ള ബാറ്റർ റെഡിയായി. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സമൂസയും കോഴിയപ്പവും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം സമൂസ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും
സമൂസ കുറച്ചധികം ഫ്രൈ ആയിപ്പോയി. ഇനി പെട്ടെന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസ റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. സമൂസ കുറച്ചധികം ഫ്രൈ ആയതുകൊണ്ട് ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. ഇനി കോഴിയപ്പം റെഡിയാക്കാം. അതിനുവേണ്ടി ഓരോ ചിക്കൻ പീസസും എണ്ണയിലിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് സൈഡും കൂടി കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിയപ്പം കൂടി റെഡിയായി. ഇന്നത്തേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം സെറ്റായി. ബത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കിയത്. ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസിൻ്റെ ഒക്കെ പണി ബ്രദേഴ്സ് ചെയ്യും. പിന്നെ കുറച്ച് ഡേറ്റ്സും നട്ട്സും എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചെറുപഴവും കസ്കസും ചേർത്തിട്ടുള്ള സർബത്താക്കിയിട്ടുണ്ട്. അതിവിടെ എല്ലാവർക്കും വേണ്ട, അതുകൊണ്ട് കുറച്ച് മാത്രമേ ആക്കാറുള്ളൂ. ഇവിടെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടി പെട്ടെന്ന് ടേബിളിൽ കൊണ്ടുവച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം ആർട്ട് ഓഫ് കുക്കിംഗ്.